ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമുക്കറിയാം കണ്ടല്ലോ, മേക്കപ്പ് ഒന്നുമില്ല. അപ്പം രാവിലെ തന്നെ എനിക്കൊരു കൊറിയർ വന്നു. അപ്പോൾ ഈ വരുന്ന വീക്കിൽ ഷാരോണിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ കുറച്ച് ഡെക്കറേഷൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർസൽ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു വീഡിയോ ത്രൂ ഔട്ട് ഷാരോണിൻ്റെ ബർത്ത്ഡേയ്സും അതിൻ്റെ സെലിബ്രേഷനും പിന്നെ അതിൻ്റെ ഡെക്കോർ ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട് ഷീനിൽ നിന്ന്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇത് ഫുള്ളൊരു ബലൂണാണ് കേട്ടോ. ഇതിനകത്ത് ഒരു 10-25 ബലൂണും പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യമായിരുന്നു ഞാനൊന്ന് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച ഒരു റേസിംഗ് തീമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ റെഡ് ആൻഡ് ബ്ലാക്ക് പിന്നെ സിൽവർ അങ്ങനത്തെ കുറേ ബലൂണ് അങ്ങനത്തെ ഒരു സാധനങ്ങളാണ്. ഇതിൻ്റെ ബലൂൺ ഗ്ലൂ എന്നെനിക്കറിയില്ല കേട്ടോ. അത് അടുത്ത ദിവസം നമുക്കത് ചെയ്യണം. ഇതപ്പോൾ അതിൻ്റെ ടയറിൻ്റെ സിമ്പിൾ പോലത്തെ ഈ ബലൂണിൻ്റെ ആർച്ചിൻ്റെ ഇടയ്ക്കും അവിടെ ഇവിടെയൊക്കെ വെക്കുന്ന സാധനം കേട്ടോ. തുറന്നോളൂ, രണ്ടെണ്ണം. ഓക്കെ, ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മൾ ബലൂൺ ഹാങ് ചെയ്തിട്ട് അതിൻ്റെ താഴെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വള്ളി പോലത്തെ ഇടൂല, ആ സാധനം ബ്ലാക്ക്. എല്ലാത്തിനും ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് ആട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ ആ ഒരു തീമിൽ ഒരു ടീഷർട്ട് വാങ്ങിച്ചു ഷാരോണിന്. അപ്പോൾ ആ തീമിലാകുമ്പോൾ രസമുണ്ടല്ലോ ഇടാനായിട്ട്. ഐ തിങ്ക് സോ. ഇത് കറക്റ്റ് ഫിറ്റായിരിക്കും തോന്നുന്നു. ഒരു റേസിംഗ് തീമായിട്ട് ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾക്ക്? ഞാൻ നല്ല റെഡാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇതൊരു ബ്രൗണിഷ് റെഡാണ്. എന്നാലും സാരമില്ല, രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിങ്ങനെ ഹാങ് ചെയ്യുന്ന ഇങ്ങനെയായിട്ട് ഹാങ് ചെയ്യുന്ന സാധനം. ഇതും എക്സ്ട്രാ കുറച്ച് ടയറിൻ്റെ അതിന് ഓർഡർ ചെയ്താട്ടോ. പിന്നെ ഇത് ബ്ലാക്കിൽ മറ്റേ ഈ എന്താ പറയുക വാള് പോലെ വന്നിട്ട് എല്ലായിടത്തും തന്നെ കാണും കേട്ടോ അത്, ആ സാധനം. അതിന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇത് ടേബിൾ ക്ലോത്ത്, അതിൻ്റെ പുറത്ത് ഇടാൻ പറ്റുന്ന ടൈപ്പ് ടേബിൾ ക്ലോത്ത്. അത്രേ ഉള്ളൂ. ഈ പ്രാവശ്യം എല്ലാം ബേർഡ് ടൈപ്പായിട്ടുള്ള ഐറ്റംസ് ആട്ടെ മേടിച്ചത്. വേറെ ഒന്നും തന്നെ ഇത് തന്നെ ഇപ്പോൾ കിട്ടിയത് ഭാഗ്യം കേട്ടോ. കാരണം ഞാൻ ഓർഡർ ചെയ്തത് ഒരു ട്യൂസ്ഡേയോ തേഴ്സ്ഡേക്ക് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പം റമദാൻ നേരത്തെ വരുന്നതുകൊണ്ട് അവരൊക്കെ അപ്പം നേരത്തെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം നേരത്തെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇന്ന് തന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം നമുക്ക് പുറത്ത് ഷോപ്പിൽ നിന്ന് മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ വീഡിയോസ് ആയിരിക്കും, അല്ലെങ്കിൽ എനിവേ അതായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഡെക്കോർ ചെയ്യുന്ന വീഡിയോസ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തു കേട്ടോ. ജസ്റ്റ് ബലൂൺ മേടിച്ചിട്ട് ചെറിയ ഹാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയും ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. നാളെ ബർത്ത്ഡേയുടെയും കൂടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഫുള്ള് ബർത്ത്ഡേയുടെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് കുറച്ച് സാധനം കൂടെ എനിക്ക് മേടിക്കാനുണ്ട്. പിന്നെ ഞാൻ ഈ കയറി വരുന്ന ഇവിടെയായിട്ട് കുറച്ച് റെഡ് ആൻഡ് പിങ്ക് ബലൂൺസ്. അപ്പോൾ ഒരു വാലൻ്റൈൻ ഫീൽ കിട്ടുമല്ലോ നാളെ. പക്ഷേ ഒന്നും ആയിട്ടില്ല, നാളെ ഇനി കുറേ ചെയ്യും. ബാക്കി സാധനങ്ങൾ നമുക്കിനി ഷോപ്പിൽ പോയിട്ട് മേടിക്കാം. കുറച്ച് ബലൂൺസ്, കുറച്ച് ഫ്ലവേഴ്സ്, പിന്നെന്താ അങ്ങനെയൊക്കെയായിട്ടാണ് ഓർക്കുന്നത്. അപ്പം നമുക്കൊരു ഷോപ്പിൽ പോയിട്ട് മേടിക്കാം. ഗൈസ്, നമ്മളിവിടെ വിവയിൽ വന്നു കേട്ടോ ഫ്ലവർ മേടിക്കാനായിട്ട്. നാളെ വാലൻറ്റൈൻസ് ഡേ ഇല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലവർ ഉണ്ടോ നോക്കാം. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കാണുമെന്ന് അറിയില്ല. ഗൈസ്, നമ്മളിവിടെ നിന്ന് ഫ്ലവർ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് രണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ബാക്കിയോട് നോക്കാം.
ഗൈസ് നമ്മളങ്ങനെ ഫ്ലവർ മേടിച്ചു കേട്ടോ. ഷാരോൻ്റെ ഏതൊരു കള്ളക്കാമുക്ക് കൊടുക്കാനായിട്ട്. ആ പുള്ളിക്ക് റെഡ് വേണം, ഞാൻ സമ്മതിക്കുമോ? ഞാൻ ഓറഞ്ച് അടിപ്പിച്ചു, അവിടെ ഇല്ല ഇവിടെ ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ. ഞാൻ മഞ്ഞയാണ് എടുക്കാനായിട്ട് നോക്കിയത്, പക്ഷേ മഞ്ഞ പുള്ളിക്ക് സമ്മതിച്ചില്ല. അതുകൊണ്ട് സൈഡിൽ കുറച്ച് റെഡിൻ്റെ ഇത് വന്നു. ഇവിടെ ഹോട്ടലിലെ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളിയുടെ കൂടത്ത് വർക്ക് ചെയ്യുന്ന കുറച്ച് കൊളീഗ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഗേൾസിന് എല്ലാവരും കൂടെ കൊടുക്കാനായിട്ട്. ഇനി അത് പോയിട്ട് ബൊക്ക കെട്ടണം. എന്തൊരവസ്ഥയാന്ന് നോക്കണേ. റൂമിൽ പോയിട്ട് റൂം അടുക്കി പുറക്കാനുണ്ട് ഗൈസ്. നാളെയാണ് നമ്മൾ ബർത്ത്ഡേ പാർട്ടി വെച്ചേക്കുന്നത്. ബിക്കോസ് നേരത്തെ റമദാനല്ല, റമദാൻ്റെ ടൈമിലാണ് ചേച്ചിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ നാളെ വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് നമ്മൾ വാലൻറ്റൈൻസ് ഡേ പ്ലസ് ബർത്ത്ഡേ ഇതെല്ലാം കൂടിയാണ് നമ്മൾ ആഘോഷിക്കാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത്. സോ നമ്മൾ അതിൻ്റെ ലാസ്റ്റ് കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാനായിട്ട് നടക്കുക. മെനു ഇതുവരായിട്ടും ഫൈനലായോ? ആയിട്ടില്ല. ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ് നമ്മുടെ മെനു ഇതിലായിട്ട് നമ്മൾ കൺഫേം ചെയ്തില്ല കേട്ടോ. 4 വൈകുന്നേരം പരിപാടി. പിന്നെ ഇവിടെ കുറേ മലയാളി റെസ്റ്റോറൻറ്റ് നമ്മൾ മുമ്പ് തൊട്ട് നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് ഇങ്ങനത്തെ ചെറിയ വലിയ കുറച്ച് മീൻസ് ഒരു 10-50 ആൾക്കാരെ വിളിച്ചുള്ള പരിപാടി നമ്മളിതിനു ചെയ്തിട്ടുള്ളതുകൊണ്ടും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമ്മളിനി ചെന്നിട്ട് വേണം പറയാനായിട്ട്. അതൊന്ന് കൺഫേം ചെയ്യണം. പിന്നെ റൂമൊന്ന് ഡെക്കോർ ചെയ്യണം. എന്നിട്ട് സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചു. ഇനി നാളെ അതെല്ലാം ചെയ്യണം. പിന്നെ ഇപ്പോൾ ഇന്ന് ഫ്ലവർ കുറച്ച് മേടിച്ചു. ആ ഫ്ലവർ ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര അഫോർഡബിൾ ആയിട്ട്. കാരണം ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേയുടെ സമയത്ത് നോർമലി എല്ലായിടത്തും തന്നെ നല്ല റേറ്റ് ആയിരിക്കും ഫ്ലവേഴ്സിന്. ഒരു ഫ്ലവറിനൊക്കെ നല്ല റേറ്റ് വരുന്നത്. അപ്പം ഇവിടെ എന്തോ അവർ കുറച്ച് ഇതായിട്ട് കൊടുത്തു, മീൻസ് പൈസ കുറവായിട്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് മേടിച്ചു. ഇനി അത് വെച്ചിട്ട് അതിന് കുറച്ച് ഫില്ലേഴ്സ് മേടിച്ചിട്ട് നമ്മൾ ചെറിയൊരു ബൊക്കല്ല എന്താ പറയുക, ചെറിയ മീൻസ് ഒരു ചെറിയ ചെണ്ടോ അതിലും വലുതാണ്. ഒരു കുറച്ചൊരു പൂ, ഒരു 1-2 പൂ വെച്ചിട്ട് ചെറിയൊരു കുറച്ച് ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു റിബണൊക്കെ കിട്ടി അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ ചെയ്യാമെന്ന് ഓർക്കുന്നു. ഇനി വേറെന്താ ഉള്ളത്? അത്രയാണിപ്പം. ഇനി അത് മേടിക്കാനായിട്ട് നമ്മൾ പോവാട്ടോ. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ ഹമ്മൂറിൽ ചായ കുടിക്കാൻ വന്നു കേട്ടോ. എനിക്കാണ് തലവേദന എടുത്തിട്ട് രക്ഷയില്ല, ഒന്നും കഴിച്ചില്ല. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് പോകാം. അങ്ങനെ ചെറുകടികളുമായി മന്ദം നടന്നു വരികയാണ് നമ്മുടെ സഖാവ്. ഇതെന്താ ഇതെന്തൊരു അവൻ്റെ സ്നേഹമായിരുന്നു. അവൻ്റെ സ്നേഹം കൊട്ടി വിളിക്കുന്ന ദിവസം. ബാക്കി ഫ്ലവർ മേടിക്കാൻ വന്നിട്ടോ. നല്ല രസമുണ്ട്. ഇറ്റ്സ് റിയലി ഫൺ. യെസ്, അത് ഇങ്ങനെ ആക്കും, ഇങ്ങനെ വിജിലമ്പിക്കുക. എത്രയും വൃത്തിയായിട്ട് പോവുകയാണ്. കൈവച്ചാക്കണം. അപ്പൊ പോവില്ല ഇത് പയ്യെ ഒരു മയത്തില്. ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തായിട്ട് കിട്ടിയാൽ മതി. വേറെ ഒന്നും റെക്കോർഡിംഗ് വെച്ചേക്കോ. ഓഫ് കോഴ്സ്. വേണ്ട, പാട്ട് വേണ്ട. പൂവിടർത്താം. ആദ്യം പൂവിടർത്തൽ. എത്ര പൂ വിടർത്തണം? എല്ലാ പൂവും. ബാക്കി ഞാൻ വെള്ളത്തിലിട്ട് വെക്കും. ഇച്ചിരി റെഡ് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ സമ്മതിക്കൂ. ഞാൻ മഞ്ഞാണ് പിടിച്ചോണ്ടിരുന്ന, വെറും മഞ്ഞ. പിന്നെ അത് കഴിയുമ്പോൾ ഈ ഓറഞ്ച് പറഞ്ഞു. അപ്പം ഇച്ച പറഞ്ഞു അതിലും ബ്യൂട്ടിഫുൾ ഇതാണ്. മറ്റേ ഇന്ന് സാരി കൂടെ ഉണ്ട് റെഡ് കളറ്. ഞാൻ പിന്നെ 2 ഓറഞ്ചും ഒരെണ്ണം അതും എടുത്തു. അനുവദിക്കില്ല ഞാൻ ഈ വീട്ടിൽ. എൻ്റെ ബുദ്ധി എന്താണ്? റോക്കറ്റ് പോലെ. നമ്മളിങ്ങനെ ആക്കുന്നതിന് കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഒരു ഒറിജിനലി കുറച്ച് ഉറുമ്പിനെ. വാവ്, സെറ്റാണ്. അത് 2 നീ മിക്സ് ചെയ്താ? ഇതിൽ ഒരേ കളറല്ലേ? അത് ഓറഞ്ച് നീ മിക്സ് ചെയ്തിട്ടില്ലേ? ഒരു സൈഡിൽ വെച്ചാൽ മതി അല്ലേ? വലിയ ഡെക്കറേഷൻ്റെ എന്തൊരു ആവശ്യമില്ല. സിമ്പിൾ, കീപ് ഇറ്റ് മിനിമൽ. അല്ല, എന്നിട്ട് ഇതിലേക്ക് റോൾ ചെയ്താൽ പോരെ അല്ലേ?
ഒത്തിരി ഇത് വേണ്ട ആര് നോക്കാനായിട്ട്. ഇതിന് ഫുള്ള് ഇല കളയണം. ഇത് ഓൾറെഡി ഈ പൂത്ത ഇല ഉണ്ടല്ലോ. ഇത് ഒത്തിരി ഒത്തിരി ഇല കൊള്ളത്തില്ല, അത് വേണ്ട. അത് പറയണ്ടേ. മീൻസ് അതൊരു ഭംഗിയില്ല. ഞാൻ കുറേ പണ്ട് ഫ്ലോറിസ്റ്റിൻ്റെ ഒക്കെ ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണുമായിരുന്നു. നമ്മൾ നോർമലി വെക്കുമ്പോൾ ഫുൾ ഇല വെച്ചിട്ടില്ലേ, അപ്പം അവരങ്ങനെ ചെയ്യാൻ പാടില്ല. ഫുൾ എല്ലാവരെല്ലാം കളയും. കാരണം ഈ ഓൾറെഡി ഒരു ഗ്രീൻ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ ആവശ്യമുള്ളൂ. മുള്ളു കളയണം. പക്ഷേ നീ ഇല കളഞ്ഞിതാ, ഞാനപ്പം മുള്ളു കളഞ്ഞു. ഇതെങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്? ഇത് ഫോൾഡ് ചെയ്യുന്ന ഇതുണ്ടായിരുന്നല്ലോ. അത് അങ്ങനെ എല്ലാവർക്കും പറ്റില്ല, കഴിവ് വേണം. നീ ഒന്ന് ഫോൾഡ് ചെയ്ത് കാണിക്ക്. എന്തോ ആരുടെ വീഡിയോ കാണാറുണ്ടെന്നോ? എടാ ഇതൊന്നും പറഞ്ഞോണ്ട് ഇതെല്ലാം കൂടെ ഓർത്തിരിക്കാൻ പറ്റുമോ? ഞാൻ ആരുവാന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് 24 മണിക്കൂർ ഫോൺ ഉണ്ടായിക്കൊണ്ടിരിക്കില്ല നിന്റെ അവളുമാർക്ക് കൊടുക്കാനായിട്ട്. അതെ, ഇതാരും കാണുന്നില്ലല്ലോ അല്ലേ. വയസ്സ് നമ്മളങ്ങനെ ഏകദേശം ചെയ്ത് കഴിഞ്ഞു. ഈ ഇല ഈ പേപ്പർ നമ്മൾ ഉപയോഗിച്ചില്ല കേട്ടോ. ഇത് വെട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തു കേട്ടോ. ഭയങ്കര സിമ്പിള്. ജസ്റ്റ് പൂവെടുക്കുക, ബോ കിട്ടുക. ഇത് പേപ്പറിൽ പൊതിയാൻ നോക്കിയിട്ട് ഒരു വൃത്തിയാവണില്ല. ഒരു നമുക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തതാണ്. ചെയ്യാൻ അറിയാവുന്നതാണ്. ചെയ്യുന്നവർക്ക് ഭയങ്കര സിമ്പിൾ, ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് ഭയങ്കര പാട്. മറ്റേത് വേറൊന്നുമില്ല, അതുകൂടെ അല്ലേ ഉള്ളൂ. വേറൊന്നുമില്ല, തീർന്നില്ല. ഇതാ കടയിൽ നിന്ന് മേടിച്ചിരുന്ന 7 ദിറംസിന് സെറ്റ് ചെയ്യായിരുന്നു. അവരിതുപോലെ കെട്ടി പൊതിഞ്ഞു. ഇതിപ്പോ ഇൻഡിവിജ്വൽ മേടിച്ച് മൊത്തം കൂടെ 10 ദിറംസ് മേടി ഒരു ഫ്ലവറിന് ചെലവുമായി. നിന്റെ ഐഡിയ? എന്റെ ഐഡിയ ആയിരുന്നു. ഇതാ പൂ മേടിക്കാൻ ഞാൻ ബുദ്ധിപരമായി 2 മണിക്കൂർ പണി മിച്ചം. എവിടെ പരിപാടി കഴിഞ്ഞു. ലാസ്റ്റ് ഇനി ഇതെല്ലാം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ബാലൻസ് ഇത്രയും പോയിട്ട് ഇനി ഇതെല്ലാം വെള്ളത്തിലിട്ടെ. സെറ്റ്. അങ്ങനെ ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നിനി ബാക്കി നമുക്ക് ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസ് ചെയ്യണം. അപ്പോൾ ഈ ബാക്കിലായിട്ടുള്ള ഈ വിൻഡോ ഈ ഏരിയയിലാട്ടോ ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു റേസിംഗ് ടീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രത്തോളം വരുന്നില്ല, ഫസ്റ്റ് ടൈം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുറച്ചൊരു ആർച്ച് പോലൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ബലൂൺ കുറേ ബലൂൺ ഉണ്ടല്ലോ, അതെല്ലാം വീർപ്പിച്ചിനി നമുക്ക് നല്ല സെറ്റ് ചെയ്യണം. അതുപോലെ ഷാരോണൊക്കെ ഇന്ന് ഡ്യൂട്ടിക്ക് പോയിട്ട് ഇനി ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും വേണം നമുക്ക് സർപ്രൈസായിട്ട് ഇത് ഡെക്കറേഷൻസ് എല്ലാം ചെയ്യാനായിട്ട്. കുറച്ച് ഡെക്കറേഷൻസൊക്കെ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പുള്ളിക്കറിയാം, പക്ഷേ എങ്ങനെ ചെയ്യുന്നത് എങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ ഇനി വൈകുന്നേരത്തിന് മുമ്പ് ഇത് ഫുള്ള് നമ്മൾ റൂമെല്ലാം സെറ്റ് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. പിന്നെ ഡെക്കറേഷൻസ് സെറ്റ് ചെയ്യണം. പിന്നെ ഇന്ന് വൈകുന്നേരം ഫ്രണ്ട്സും പിന്നെ കൊളീഗ്സ് എല്ലാം വരുന്നുണ്ട്, ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി പോലെ. കാരണം ഇച്ചയുടെ ബർത്ത്ഡേ വരുന്നത് ഒരു റമദാൻ്റെ ഏകദേശം സ്റ്റാർട്ടിങ് ടൈമിലാണ്. അപ്പോൾ പിന്നെ ആ ടൈമിൽ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് രണ്ടും കൂടെ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത ബലൂൺ കേട്ടോ. അത് പക്ഷേ കുറച്ച് പൊളിഞ്ഞു പോരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമുക്കിനി ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ സാധനം ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ എളുപ്പമുണ്ട്. ഒരെണ്ണൂടെ ഉണ്ട് കേട്ടോ, 2 എണ്ണം നോക്കണം. 2 വിൻഡോ അല്ലേ. അപ്പോൾ എല്ലാ തവണ ഞാൻ മറ്റേ ഈ നീളത്തിൽ കിടക്കൂലേ അതുപോലത്തെ നമ്മൾ നോർമലാണ് മേടിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് മേടിച്ചത്. പിന്നെ നമ്മളിങ്ങനെ നോട്ടണം കേട്ടോ. ലൈറ്റ് ഇങ്ങനെ പക്ഷെ രാത്രിയിൽ ഇല്ലായിരിക്കും കേട്ടോ, പകൽ മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഒരു ഡിസ്കോയുടെ സെറ്റപ്പ് പോലത്തെ സംഭവം. ഇതിനെ പൊളിച്ച് ഇതൂടെ സൈഡിലൊട്ടിക്കാം.
അത് വല്ലാണ്ട് പൊങ്ങിപ്പോയോ? ഇല്ലായിരിക്കും അല്ലേ? സെറ്റായിട്ടോ. ഇനി നമുക്കിത് ഫുള്ള് ബലൂൺ വെച്ചിട്ട് മൊത്തം കവർ ചെയ്യാം. ഇനി ബലൂൺ വീർപ്പിക്കണം, അതാണ് അടുത്ത ടാസ്ക്. ഗൈസ്, ഈ മെഷീനുള്ളതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ട് കേട്ടോ ബലൂൺ വീർപ്പിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഊതി വീർപ്പിക്കേണ്ട സമയം. എൻ്റെ അന്ത്യശ്വാസമാവോ ദൈവം ഇത്. പട്ടി കാറ്റ്. ഗായ്സ്, നമ്മൾ ഏകദേശം ഇത്ര ഒപ്പിച്ചെടുത്തു. അയ്യോ ചത്ത്. രാവിലെ തുടങ്ങിയതാണ്. ഇപ്പോൾ സമയത്തിനാണ് 3 മണിയോ? 3 മണിയാവാറായി. നല്ല പാടാട്ടോ അത് ചെയ്യാനായിട്ട്. ഒന്നാമത്തെ കാര്യം, ഈ സാധനം, ഈ ഇതുപോലത്തെ സാധനം ഈ ബലൂണിൽ ഒട്ടിയിരിക്കുകയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഹാപ്പി ബർത്ത്ഡേ മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഹാപ്പി ബർത്ത്ഡേ കൂടെ ഈ ഒരു സൈഡിലായിട്ട് വെക്കാം. കാരണം ഇതിൽ ഒട്ടൂല, ഇതിൽ ഇരിക്കില്ല. ഈ സാധനത്തിൽ ഇരിക്കാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പം ടേബിൾ എടുത്തിടണം. പിന്നെ എന്താ, ഇനിയിപ്പോൾ തന്നെ സമയമില്ല, സമയം ഒട്ടുമില്ല, എല്ലാ സമയം പോയി. നമുക്ക് ടേബിൾ എടുത്തിടാം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഫുൾ ഇതായാലും കൊള്ളു അല്ലേ? ബർത്ത്ഡേ ഇതിൽ വരൂല്ലായിരിക്കും അല്ലേ? ബർത്ത്ഡേ വലുത്. ഹാപ്പി പിന്നെയും എങ്ങനെയും കേട്ടാൽ പോലും. എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് നമ്മൾ പ്ലാനില്ലാതെ പെട്ടെന്ന് വന്ന പ്ലാനായിരുന്നു കേട്ടോ. എവിടെയെങ്കിലൊക്കെ തൂക്കി കുറേ ബ്ലാക്ക് കളർ ബലൂൺ വെച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തു. ഇനി ബാക്കി കുറേ ഉണ്ട് കേട്ടോ, ഇതൊന്നും തീർന്നിട്ടില്ല. ഇനി ഇവിടെ മൊത്തം അടിച്ചു വാരി വൃത്തിയാക്കാം. പിന്നെ നമ്മൾ ടേബിളിൽ ക്ലോത്ത് ഇട്ടു, ഇവിടെ ഇട്ടു കേട്ടോ. ഇവിടെ ആയപ്പോഴത്തേനും ടോട്ടലി ഇങ്ങനൊരു സെറ്റപ്പായി. ഒരു ഏകദേശം ഒരു ബ്ലാക്ക് കളർ. നമുക്ക് ബാക്കിയും കൂടെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. എന്ത് കോലമല്ലേ ഗൈസ്. ഫൈനലി അങ്ങനെ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ ക്ഷീണിച്ച് ചത്ത് കേട്ടോ. ഇനി ഒരു തുള്ളി ജീവൻ ഈ ശരീരത്തിൽ ബാക്കിയില്ല. അങ്ങനെ നമ്മൾ ഫൈനലി ഇത്രയും ഒപ്പിച്ചു. ഇനി തിരിച്ചു പിടിച്ച് കാണിക്കാം. ഇതാണ് നമ്മളൊരു റേസിങ് തീമാണ് ഞാനെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ടേബിളിലൊക്കെ ഇത് വിരിച്ചു. പിന്നെ ഫുള്ള്
പിന്നെ ടയറിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഹാപ്പി ബർത്ത്ഡേയുടെ ഇതായിട്ട് ബലൂണിൽ ചെറിയ മറ്റേത് കെട്ടിയിട്ടൊക്കെ. പിന്നെ ഇവിടെ ഇരുന്ന് നമ്മൾ അതൊന്ന് ചേഞ്ച് ചെയ്തു, കാരണം അത് ബലൂൺ ഫുള്ള് പൊളിഞ്ഞ് പോകുന്നോണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതവിടെ കുറേ നേരം ഇരുന്നോളും. അല്ലെങ്കിൽ ബലൂണിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാളിൽ ഇരിക്കുന്നില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ ഷാരോണൊക്കെ വന്നു, ഷാരോണൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊന്നും എടുക്കണം. ഇതുകൊണ്ടോ ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ, മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ തന്നെ ഒരു ഇതായിട്ട് പോസ്റ്റർ വെച്ചിട്ടുണ്ട്, കുറേ ഹാർട്ടൊക്കെ ആയിട്ട്. പിന്നെ ഇത് ഓൾറെഡി ഇന്നലൊക്കെ ഞാൻ ആദ്യം കാണിച്ചല്ലോ, മറ്റേ വാലൻറ്റൈൻസ് ഡേ ഇതായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ ഇനി ഫുഡ് കുറച്ച് കഴിയുമ്പോൾ വരും. അതിന് മുമ്പ് നമുക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, കാരണം അവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ബഹളവും അലമ്പും. അതുകൊണ്ട് പിന്നെ നമുക്ക് നല്ല പിക്ചേഴ്സൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അവന്മാരുടെ കാര്യമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല, ഫുള്ള് അടിച്ച് തകർത്ത് ആയിരിക്കും പോകുന്നത്. അപ്പം നമുക്കിനി പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി വന്നു. ഞങ്ങൾ ബ്ലാക്ക് ആട്ടോ. ബർത്ത്ഡേ ബോയ് മാത്രം ഒരു റെഡ് കളർ ഡ്രസ്സ് ഇട്ടിട്ട്. എവിടെ മൈക്ക്? സോ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ, ഫ്രണ്ട്സൊക്കെ വരാനായിട്ട്, ഇച്ചിരി കൊടുത്ത് കൊളീഗ്സ് വരാനായിട്ട്. എന്നിട്ട് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം. ഞാൻ കേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കേക്ക് കാണിച്ചിരുന്നില്ല, ഞാൻ കേക്ക് കാണിക്കാൻ വന്നപ്പോൾ തന്നെ എനിക്ക് കോള് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയുടെ കേക്ക്. തലൈവാ, ഇത് തലൈവി ആണല്ലോ അല്ലേ? തലൈ നമ്മൾ ഞാൻ പറഞ്ഞില്ല റേസ് ടൈമാണ് കൊടുത്തത്. അപ്പം റെഡ് കളറ് റേഞ്ച് റോവർ നമ്മുടെ കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ അത് റെഡ് കളറൊക്കെ അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് അവർ വൈറ്റ് കളർ വെച്ചു. ഇനി ഇറ്റ്സ് ഫൈൻ. നമ്മൾ ടോപ്പിൽ ഞാനൊരു കേക്ക് ടോപ്പർ ഞാൻ കേക്ക് ടോപ്പർ ഉള്ളതുകൊണ്ട്. ആൻഡ് ദിസ് ഇസ് അവർ ബർത്ത്ഡേ ബോയ്. അത് തുടങ്ങിയപ്പോൾ തുടങ്ങിയ സ്റ്റെപ്പാണ്. ഇത് ഏത് പാട്ടിൻ്റെ സ്റ്റെപ്പാന്ന് പോലും അറിയത്തില്ല. ഡപ്പാങ്കൊത്തും എടുത്തില്ല, ഒന്നും എടുത്തില്ല. ആൻഡ് ഇത് നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ടുള്ളത്. അത് കപ്പിൾസ് കോർണർ. ഇത് വാലന്റൈൻസ് ഡേ, ഇത് ബർത്ത്ഡേ, അത് വാലന്റൈൻസ് ഡേ. മറ്റേ പാലുകാച്ചൽ കല്യാണം പാലുകാച്ചൽ. സോ അപ്പം മുത്തുകറി വന്നു, ഉച്ചുണ്ട്, ഞാനുണ്ട്. ഇതെന്തൊരു ഐറ്റം പിടിച്ച് നിൽക്കുന്നത് കുഞ്ഞു? ഞാൻ ഓൾറെഡി മുടി ജസ്റ്റ് ഇതാക്കിയുള്ളൂ, ഒറ്റ ആന്തല കാണുള്ളൂ, വേറെ ഒന്നും. എനിക്ക് ബർത്ത്ഡേ സമയത്ത് എനിക്ക് തന്നെ കത്തിച്ച് പോകാനാ. അതിന് നേരത്തെ മറന്നുപോയാലോ, കാറ്റടിച്ച് കിട്ടിയാലോ. ഒരു വർഷമാണ് പോകുന്നത്. അയ്യോ, ഒരു പ്ലേറ്റ് എടുത്ത് വെക്കണം സൈഡിൽ. എനിക്ക് ഒട്ടും അവന്മാരെ വിശ്വാസമില്ല. ഇവന്മാർ കഴിഞ്ഞ പ്രാവശ്യത്തെ കേക്ക് ഞാൻ ഭയങ്കര ആശയം വെച്ച് കേക്ക് മേടിച്ചു കേട്ടോ. അവന്മാർ അത് മറ്റേ പോപ്പേഴ്സ് വെച്ചിട്ട് ഫുള്ള് കേക്കിൽ വീണു. എന്നിട്ട് ഒരു തുള്ളി പീസ് പോലും കഴിക്കാൻ പറ്റില്ല. ഇത് ഈ കേക്ക് എടുത്ത് വായിൽ വെക്കുമ്പോഴത്തേക്കും ഫുള്ള് പേപ്പർ, പ്ലാസ്റ്റിക് വായിൽ. അതുകൊണ്ട് ഈ പ്രാവശ്യം അതിന് ഞാൻ ഒട്ടും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ കേക്ക് പ്ലേറ്റ് ഒക്കെ എടുത്ത് വെക്കട്ടെ. കേക്ക് വന്നേ, 10 കിളവനായില്ലേ? ഇല്ല, ആൾക്കാർ വരുന്നുള്ളൂ. അവന്മാർ ആദ്യം ഞാൻ 8:30 പറഞ്ഞിരുന്നത്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് 8:30 പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്ക് അവന്മാർ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ 7:45 പറഞ്ഞത്. ആൾക്കാർ വരും. അവന്മാരെന്തോ ലുലു എന്തോ ഒക്കെ പോയിട്ടുണ്ട്. ലിയോണോ അവരൊക്കെ. ഗൈസ്, അവർ ഫുഡൊക്കെ കൊണ്ടുവച്ചു കേട്ടോ. നമ്മളിന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് സാലഡ്, ചിക്കൻ ഫ്രൈ, ബീഫ്, ഇതെല്ലാം അറേഞ്ച് ചെയ്യണം. ആൾക്കാർ പയ്യെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചില ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. യെസ്, മുത്തൂടെ ഉണ്ട്. അവരെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചൂടുവെള്ളം കുടിച്ചിട്ട് ബുഫേ സെറ്റപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അവന്റെ കണ്ണ് അങ്ങോട്ടാണ്, നമ്മളെ അല്ല നോക്ക്. അവക്കുണ്ടായിരുന്നു ഡ്രസ്. പോണം വേണ്ടി ആ ചെയർ എടുത്തടാ. എല്ലാരും ബാ. അത് വെള്ളമാടാ.
एक साथ मेरे साथ भी गाना आप लोग ओके बार ये दिल आए बार बार ये दिल गाए बार बार ये दिल आए तुम जिए हजारों साल तुम जिए मेरी आरज़ू हैप्पी हैप्पी बर्थडे दुनिया सारी പേടിച്ചോ കൊച്ചിന് കണ്ണ് തള്ളിത്തള്ളി We don't count after 20. We don't count after 20. കുഞ്ഞു മുറിക്കുക അത് തണുപ്പ് ചൂടായി പോകും മെൽറ്റ് ആയത് ഉരി ഫ്രണ്ട്സ് എല്ലാവരും ഫുൾ ആൾക്കാർ ബ്ലാക്ക് ബാബ മതി വെക്ക കൊടുക്ക എല്ലാവരും കൂടെ കൊടുക്കാം വെയിറ്റ് അടിച്ചില്ല Oh. Hey. What dress? Oh.
പ്ലേറ്റ് എടുത്തിട്ട് പാടി കൊടുക്ക എല്ലാവർക്കും. ആ ബർത്ത്ഡേ മാൻ ഭ്രാന്തന്മാരുടെ കാര്യം ഐ തിങ്ക് ഇറ്റ്സ് ഇനഫ്. വേസ്റ്റ് ചെയ്യാൻ കളഞ്ഞത് വർക്കാവുന്നില്ലേ? ഡാൻസ് കളിക്കാൻ പോവാണോ? അവൾക്ക് അവിടെ പോവാം.